ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? ഇന്നിപ്പം കളക്ടർ മഴയായതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചേക്കാട്ടോ. എന്നും കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് നല്ല വെയിലായിരിക്കും. ഇന്ന് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും ഒരു അടിപൊളി റെസിപ്പിയൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. മുമ്പൊക്കെ അവധി എന്ന് പറയുമ്പം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം മഴയായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവധി എന്ന് പറയുമ്പം ഇപ്പം കുട്ടികൾ പറയും ശനിയാഴ്ച ക്ലാസ് വയ്ക്കില്ലേ, ഒന്നിച്ചെഴുതിക്കും, പോർഷൻസ് ഇങ്ങനെ ഒരുപാട് പെട്ടെന്ന് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്കിപ്പോൾ അവധി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമില്ലാത്തൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് ഈ ഇടിയപ്പം എത്രയാ പാത്രം കഴുകുക, പിന്നെ ഇത് പീച്ചെടുത്ത് വേവിക്കാൻ മാത്രമേ ഇതിൽ എളുപ്പമുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമയമുള്ളപ്പോഴും തിരക്കില്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു രാവിലത്തെ പലഹാരമായിരിക്കും ഇടിയപ്പം. ഇനി നമുക്ക് ചീര ഒന്ന് ഒലത്തിയെടുക്കാം, തോരൻ വയ്ക്കാം. ഇന്ന് ചീര തോരനാട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ചീരയാണ്. ഇതൊക്കെ ഒന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ചു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ നാടൻ കറിയുടെ റെസിപ്പി കാണിക്കട്ടോ. സ്പെഷ്യലൊന്നും അല്ല, എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പയറൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു കറി നോക്കാം. അതിനായിട്ട് വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കുറച്ച് പയറൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികമായിട്ടില്ല, മൂപ്പായിട്ടില്ലായിരുന്നു. പിന്നെ മത്തൻ പൂത്തിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പം ഇത് പല്ലി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ, ചിലരൊക്കെ പല്ലിക്കോര എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ടല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ഉണക്ക അയില വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വലിയ അയിലയാണ്. ഇതിൻ്റെ പകുതി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് ഫുൾ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറിച്ചു കൊണ്ടുവന്ന പയർ ഇതുപോലെ നീളത്തിലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം പയറുണ്ട് കേട്ടോ. ഉണക്കമീനും ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ പയറിട്ട് കൊടുക്കുന്നു. നമ്മൾ ഉണക്കമീൻ വെച്ചിട്ട് ഇതിന് മുമ്പ് കുറേ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 കപ്പോളം വെള്ളം ചേർത്ത് നമുക്ക് ഈ പയറും ഉണക്കമീനും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കാം കേട്ടോ. ഏകദേശം 1 കപ്പോളം തേങ്ങ നമുക്കൊന്ന് ചിരണ്ടിയെടുക്കാം ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട്. ഇനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കാണ് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കേണ്ടത്. 1 കപ്പ് തേങ്ങയിലേക്ക് ഞാൻ 1.25 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് തിക്ക് വേണ്ടത് അത്രയും ആയിട്ട് അരച്ചെടുക്കുക. എൻ്റെ കറികളൊക്കെ കുറച്ച് തിക്കായിട്ടുള്ളൊരു കറികളായിരിക്കും. അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അരച്ചിട്ട് നന്നായി മീൻ വെന്തു എന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കടുകും കറിവേപ്പിലയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഉണക്കമീനിട്ട കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒരു നാടൻ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടിയപ്പത്തിൻ്റെ ബാക്കിയുള്ള മാവ് ബാക്കി വന്നല്ലോ. അപ്പോൾ തേങ്ങയും ശർക്കരയും നല്ല ജീരകവും കൂടെ വെച്ച് ഒരട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നാക്സിനായല്ലോ. ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കിയത് ഷോപ്പിലേക്ക്. ഇനി ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇത് തന്നെ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു അടയാട്ടോ ഇത്. ഇനി മീൻ പൊരിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ മീനിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം. അതവിടെ ഇരുന്ന് കുറച്ചൊന്ന് പിടിക്കട്ടെ. ഇനി കുളിക്കാനായിട്ട് കുട്ടികളെ പിടിച്ചു നിർത്തി എണ്ണയൊക്കെ തേപ്പിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കലും ഒക്കെ നടക്കുള്ളൂ. കുളിപ്പിക്കലല്ല കേട്ടോ, അവർ കുളിച്ചോളും. പിന്നെ അലക്ക്, തുടയ്ക്കൽ, ക്ലീനിങ്, അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഈ ക്ലീനിങ് എന്ന് പറഞ്ഞപ്പോൾ എത്ര സിമ്പിളായിട്ട് കഴിഞ്ഞല്ലേ. ഏറ്റവും തീരാത്ത പണികളിൽ ഒന്നുണ്ടെങ്കിൽ അത് ഈ ക്ലീനിങ് ആയിരിക്കും. നമ്മൾ ഒരു വശത്തു നിന്ന് ക്ലീൻ ചെയ്തും ഒതുക്കി വെച്ചും വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ അടുത്ത വശത്തു നിന്ന് കുട്ടികൾ നിരത്തും. അവർക്കൊന്നിനും പറ്റിയില്ലെങ്കിൽ ആ ബെഡ്ഷീറ്റെങ്കിലും ഒന്ന് കുത്തി മറിച്ചിട്ടേ പോവുള്ളൂ. എണിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഒരു വീട്ടിലെ എല്ലാ പണിയും ചെയ്യേണ്ടി വരുമല്ലോ. ആ സമയത്തായിരിക്കും നമ്മുടെ വീട്ടിലേതെങ്കിലും ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരിക. നമ്മൾ ഏറ്റവും വൃത്തിയായിട്ടൊക്കെ വീടിട്ട് എറിയുമ്പോൾ ആരും വരില്ല കേട്ടോ. രാവിലെ തിരക്ക് പിടിച്ചിട്ടുള്ള പണിയുടെ ഇടയിലും കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ആരെങ്കിലുമൊക്കെ വരിക. പിന്നെ ഈ തുടയ്ക്കൽ, എനിക്കിങ്ങനെ മോപ്പ് വെച്ചിട്ട് തുടയ്ക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അത്ര അത്യാവശ്യം തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, സമയമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ മോപ്പ് വെച്ചിട്ട് തുടയ്ക്കുള്ളൂ. ഇല്ലെങ്കിൽ തറയിൽ ഇരുന്ന് തുടയ്ക്കുമ്പോഴേ തറ വൃത്തിയാവുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ കൂടുതലും അങ്ങനെ തന്നെയാണ് തുടയ്ക്കാറ്. ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. മീനൊക്കെ ഒന്ന് പൊരിച്ചിട്ട് ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. കുട്ടികളുള്ളപ്പോൾ പലപ്പോഴും താമസിച്ചായിട്ട് പോവുക. അവർക്കിടയ്ക്ക് കഴിക്കാനായിട്ട് ഒരു സ്നാക്സൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറൊക്കെ വിളമ്പിയിട്ട് പോവും. കുട്ടികൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ഷോപ്പ് തുറക്കാനായിട്ട് പോകാൻ പറ്റും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് എടുത്ത് വെച്ചു. നമ്മുടെ ചീരത്തോരൻ, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലക്കറികളൊക്കെ. അപ്പോൾ ചീരത്തോരനൊക്കെ എടുത്തു. ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞായിരുന്നു. പിന്നെ തറയിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോവാം കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള ചായ ഫ്ലാസ്കിലാക്കി ഇനി പോവാണ്. ഇനിയല്ലേ ഒരു 1.5 ഒരുക്കം. എൻ്റെ സ്മൂത്തനിങ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ എന്തോ ഞാഞ്ഞൂള് പാമ്പ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് മേക്കപ്പ് ഇട്ട് നന്നായി ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ പ്രായമായതുകൊണ്ടാണോ എന്നറിയില്ല,
ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, പിന്നെ ചത്ത് കിടന്നാലും ലിപ്സ്റ്റിക് ഇടൂ എന്ന് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് ഇടൂ കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് പിന്നെ ദോഷമൊന്നും ഇല്ലാത്ത കേട്ടോ, ബീട്രൂട്ട് വെച്ച് സ്വന്തം സൃഷ്ടിച്ചെടുക്കുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് മുഖത്ത് ചെറിയ 1-2 കറുത്ത ഡോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ടെൻഷനും ഇല്ല. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു പൗഡറൊക്കെ ഇട്ടിട്ട് തന്നെ ഒരു 8-9 മാസം തന്നെ ആയിട്ടുണ്ടാവും. ഒന്നും തന്നെ ചെയ്തിട്ടും കാര്യമില്ലാന്ന് തോന്നുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ക്രീമുകളും കാര്യങ്ങളും ഉപയോഗിക്കാറില്ല. പിന്നെ ധൃതി പിടിച്ചിട്ടുള്ള പോവലല്ലേ, അപ്പം അങ്ങനെ ഒരുങ്ങലൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ ചെന്നിട്ടും നമുക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരുങ്ങിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. അയ്യോടാ, ഈ ഹെൽമെറ്റ് വെച്ചപ്പോൾ ലുക്കായില്ലേ, ഈ മുഖത്തേയും തലയുടെയും വൃത്തികേടൊക്കെ മാറി കിട്ടിയല്ലോ. അങ്ങനെ ഞാൻ ബാഗും ഒക്കെ വണ്ടിയിൽ വെച്ചു. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് കോട്ട് ഉണക്കാനിട്ടതായിരുന്നു കേട്ടോ, അത് താഴെ ചാടിയിട്ടുണ്ട്. അതൊക്കെ എടുത്തു. ഇനി നമ്മൾ പോവാട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു 3 മിനിറ്റ്, ധൃതിയിലാണ് എപ്പോഴും കഴിക്കുക, ആ ഒരു സമയം മാത്രമായിട്ട് നമ്മൾ ഇരിക്കുക. പിന്നെ ഇരിക്കുന്ന ഈ വണ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ നടുവും വണ്ടിയുടെ സീറ്റും തമ്മിൽ ചേരുമ്പോൾ ഒരുതരം സുഖമുള്ള ഒരു നടുവേദന ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാട്ടോ ഇരിക്കുന്നത്. കാരണം രാവിലെ തല്ലിപ്പടച്ചിട്ടാവല്ലേ പോവുക, വൈകുന്നേരം 8:30 രാത്രി 8:30 ആവും വരുമ്പോൾ പിന്നെ പണി ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പറ്റില്ല. ഇത്തവണ കളക്ടറിന് തെറ്റിയില്ല, മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ, കളക്ടർ അവധി പറഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ കടയിൽ വന്നു. കടയിലുണ്ടാവും കേട്ടോ ക്ലീനിങ്ങും, എന്നും അടിച്ച് വാരി തുടയ്ക്കലും, പിന്നെ ഗ്ലാസ്സിലൊക്കെ നല്ലപോലെ പൊടി പിടിക്കും. അങ്ങനെ പിന്നെ നമ്മൾ കടയിലിരുന്നിട്ടുള്ള കുറേ സമയങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികൾ, നമസ്കാരം, പിന്നെ മോന് ഫുഡ് കഴിക്കണ സമയമായി, അപ്പോൾ ഫുഡ് കഴിക്കാം. അവരുള്ളപ്പോൾ ഇതുപോലെ ഭയങ്കര ആഡംബരമായിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാനങ്ങനെ കാര്യമായിട്ടുള്ള രാവിലത്തെ ഭക്ഷണം തന്നെയായിരിക്കും മിക്കപ്പോഴും കഴിക്കുക. കാരണം ഒറ്റയ്ക്കാവുമ്പോൾ ആരെങ്കിലുമൊക്കെ കടയിൽ വന്നാലോ വിചാരിച്ചിട്ട് കുറേ സമയം ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റില്ലാത്ത കാരണം ചോറൊക്കെ എപ്പോഴും കൊണ്ടുപോകലില്ല, വല്ലപ്പോഴൊക്കെ കൊണ്ടുപോകലുള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പൊരിച്ചതും ചീരത്തോരനും നാടൻ കറിയും നല്ല ഒരു കൊണ്ടാട്ടമൊക്കെ ആയിട്ട് ഊണ് കഴിച്ചു കേട്ടോ. ഉച്ച സമയത്ത് പൊതുവേ കസ്റ്റമർ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോഴായിരിക്കും, ഇരുന്ന് മടുക്കുമ്പോഴൊക്കെയായിരിക്കും കസ്റ്റമർ വരിക. ചിലപ്പോൾ നമുക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ ഉച്ച ഉറക്കം നിർബന്ധമാട്ടോ കുട്ടികൾക്ക്, കാരണം അവർക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അവർ ഉറങ്ങുന്നത് തന്നെയാട്ടോ എനിക്കും സ്വസ്ഥത. ഇല്ലെങ്കിൽ ബോറടിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അവർ പഠിക്കുന്നതും കളിക്കുന്നതും ഈ കളർ ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എടുത്ത് തന്നെയാട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് ഷോപ്പിൽ തന്നെയായിരിക്കും. അങ്ങനെ വൈകിട്ടായിട്ടുണ്ട്, ചായയൊക്കെ കൊണ്ടുവന്നു. ഇനി നമ്മൾ അടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടയൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഗെയിമുകൾ. ഞങ്ങൾ കടയിലിരുന്ന് ഫുൾ ഇങ്ങനെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും കേട്ടോ. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവുന്ന എല്ലാ ഗെയിമും ഞാനും ഒപ്പം ഇരുന്ന് കളിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇക്ക വരും 7 മണിയാകുമ്പോഴേക്കും, പിന്നെ 8:30 ആകുമ്പോൾ വൈകിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇങ്ങനെയാട്ടോ ഓരോ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോകും, ഇക്ക ജോലിക്ക് പോകും, ഞാൻ രാവിലെ ഷോപ്പ് തുറക്കും. അപ്പം എല്ലാവരും ദീർഘായുസ്സോടെയും സന്തോഷത്തോടെയും എന്നും ഉണ്ടാവട്ടെ. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ്. താങ്ക് യു.